ഓക്കെ മക്കളെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഈസി ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു 15-20 മിനിറ്റ്സ് മതി മൊത്തം ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ന്യൂ നമ്പേഴ്സ്, നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു നമ്പേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ √2ഉം √3ഉം സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. അവർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കാണും. ഓക്കെ, √2 എത്രയാ? 1.414 ഏകദേശം വരും. ഓക്കെ, അപ്പോൾ ഏകദേശം വരും എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉപയോഗിക്കുക. ഈക്വൽ ടു ഇടാൻ പാടില്ല, പക്ഷേ എൻ്റെയും നിങ്ങളുടെ എക്സാമിനൊക്കെ നമുക്ക് ഈക്വൽ ടു ഇടാം. കാരണം നമ്മൾ 1.414 ബ്ലൂ ചെയ്യാൻ വന്നില്ല, 1.414 ഉപയോഗിക്കും. ആൻഡ് √3 എത്രയാ? 1.732. ഇത് ബൈ ഹാർട്ട് ഹൃദയത്തിനുള്ളിൽ ഉറപ്പിച്ച് വെച്ചോ. √2 √3 ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യം വരും. ഇത് ഈ വർഷമല്ല, എല്ലാ വർഷങ്ങളും ആവശ്യം വരും. ഓക്കെ, ഫസ്റ്റ് ട്രിക്ക് തന്നെ, നമ്മൾ സമയം കുറേ കളയാൻ പോകുന്നില്ല, റൂട്ടുകൾ എവിടെ വന്നൊന്നും കാണാൻ പോകുന്നില്ല. ഇത്രയുള്ളൂ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ക്വയർ, ഒരു സമചതുരത്തിൻ്റെ സൈഡ് എക്സുകളാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ വികരണം എത്രയാണ്? 2√x. ഓക്കെ, അല്ല സോറി, x√2. ഓക്കെ, x√2 അല്ല, √2x ഇടാം, x√2 ഇടാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ബേസിക്കലി എന്താ പറഞ്ഞത്? ഒരു സ്ക്വയർ ഉണ്ട്, 3 ആണെങ്കിൽ അതിന് ഡയഗണൽ എത്രയാ? 3 എഴുതുക, √2 എഴുതുക, ആ സൈഡ് എഴുതുക √2, സൈഡ് ഇൻറ്റു √2, ഈസി. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ തരാണ്. ഓക്കെ, 10 അപ്പോൾ എത്രയായാലും ഡയഗണൽ 10 ഇൻറ്റു √2, 10√2, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ഓക്കെ, ആദ്യം നമുക്കൊന്ന് കൺഫ്യൂസ് ആക്കാം. ഓക്കെ, 5 വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ട് സൈഡ് സെയിം ആണ്. ഓക്കെ, 5. അപ്പം ഈ ഹൈപ്പോട്ടിന്യൂസ് എന്താ വരിക? ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ തീർത്തരാം. ഇതാ ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക, 5. അവൻ്റെ ഡയഗണൽ എന്താണ്? 5√2 അല്ലേ? ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ സമചതുരമുണ്ട്, അതിൻ്റെ ഡയഗണൽ എത്ര? 5√2. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റിൻ്റെ ഉള്ളിലില്ലേ? നോക്കി, ഇതല്ലേ ക്വസ്റ്റിൻ്റെ. ഓക്കെ, 5 90 ഡിഗ്രി ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 5√2. അപ്പോൾ ഐസോസിലസ് ആയ സമപാർശ്വ നട്ട ത്രികോണങ്ങളും ഡയഗണൽ അല്ല, ഇവരെന്താണ്? 5√2. ആ √2 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. ഇതാ ഇങ്ങനെ നോക്കിയേ, 7√2 ആണ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ. അപ്പോൾ ഇതും ഈക്വൽ, അപ്പോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് സൈഡ്? √2 കള. 7√2 ആണെങ്കിൽ ഇവിടെ √2 കള. അപ്പോൾ 7. അപ്പോൾ 7√2. ഈ ട്രിക്ക് ഒന്ന് ഓർത്ത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ, ഇനി √2 എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സമയം കളയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇനി വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഹൈപ്പോട്ടന്യൂസും ഇതും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവം അറിയില്ല, പൈത്തഗോറസ് തിയറം. ഓക്കെ, ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 2. ഓക്കെ, 2 ഏരിയ ഉള്ള സൈഡിൻ്റെ സൈഡ് എത്രയാ? സ്ക്വയർ. 2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ളതിൻ്റെ സൈഡ് എത്രയാ? √2. അതെന്നെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞുതരാം. സിമ്പിൾ ഭാഷയിൽ പറയുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഈസി ആവാൻ പോകുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈസി ആണല്ലോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കി, എക്സ് ഏരിയ ഉള്ളത് നോക്കിയേ, ഏരിയ പരപ്പളവ് ഏരിയ എക്സ് ആണെങ്കിൽ √x സൈഡ് എത്രയാണ്? √x, എല്ലാ സൈഡ് √x. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നോക്കിയാൽ ഇവിടെ 36 ഏരിയ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 36 ആണെങ്കിൽ സൈഡ് എത്രയാ? സൈഡ് എന്ന് പറയുമ്പോൾ എത്ര? √36 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട്, പൂർണ്ണവർഗമായതുകൊണ്ട് എനിക്ക് പറയാം 6 ആണ്. എല്ലാ സൈഡും 6 ആണ്. ഓക്കെ, ഇനി അതല്ല, ഞാൻ വേറൊരു സ്ക്വയർ പറയണം. ഓക്കെ, സ്ക്വയർ പറയാണ്, ഏരിയ = 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സൈഡ് എത്രയാ? √5. അത് √5 തന്നെ ആയിരിക്കും. √5 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ റൂട്ടായിട്ട് തന്നെ ഇരിക്കും. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ടുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അതും കിട്ടി, ഇതും കിട്ടി, ഈസിയാണ്. അപ്പോൾ √2 നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു. അപ്രോക്സിമേറ്റ്ലി എന്നുള്ള സംഭവമൊക്കെ കണ്ടു, അതിലൊന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി √2 പഠിക്കണം, √3 പഠിക്കണം. നമ്മൾ 4 വരെ പഠിക്കുന്നു, 1.732 വരെ പഠിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ ചിലപ്പം 4.1 വരെ പഠിച്ചാൽ മതിയായിരിക്കും, 3.2 മതിയായിരിക്കും. പക്ഷേ നിങ്ങളും ഞാനും 4.4 വരെ പഠിക്കുന്നു, 1.732 വരെ പഠിക്കുന്നു. ചില ക്വസ്റ്റ്യൻസിൽ മൂന്നാമത്തെ ഡിജിറ്റ് വരെ എഴുതാൻ പറയും. അപ്പം നമുക്കത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം പഠിച്ചു വെച്ചിട്ട് പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്? സിമ്പിളാണ്. ഓക്കെ,
ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സ്ക്വയറിൻ്റെ സൈഡ് തന്നിട്ടില്ല, ഏരിയ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തുടങ്ങണം. ഈ ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ട്രയാങ്കിൾ. ഓക്കെ, പൈത്തഗോറസ് തിയറം ഉപയോഗിക്കണം. ഞാൻ ഇവനെ എ എന്ന് വിളിക്കുകയാണ്, ഇവന് ബി എന്ന് വിളിക്കുകയാണ്, ഇവനെ സി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആയ സി സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.5 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എനിക്ക് അറിയില്ല. സി സ്ക്വയർ എത്രയാണ്? 3.5 സ്ക്വയർ. 1.5 സ്ക്വയർ 15 സ്ക്വയർ എത്രയാ? 225. അപ്പോൾ 225 എഴുതിക്കോ. പക്ഷേ ഡോട്ട് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. 225. ഓക്കെ, 1.5 പോയിന്റ് ഒരാളായതുകൊണ്ട് ഇവിടെ പോയിന്റ് 2 ആളാവണം. പ്ലസ് ഇതൊക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 35 സ്ക്വയർ, അയ്യോ 35 സ്ക്വയർ 35 55 25. ഓക്കെ, 3 × 5 15 17 പ്ലസ് 0 15 1 ക്യാരി 3 × 3 9 പ്ലസ് ബ്ലൂ 12 1 ക്യാരി 1225 1225 ആണ് കിട്ടിയത്. ഓക്കെ, 1225 കണ്ടല്ലോ, 1225 കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ 12.25, കാരണം ഡോട്ട് ചെയ്യേണ്ട 2 ആൾ വേണം. ബി സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2.25 ഞാൻ സൈഡ് മാറ്റാം. അപ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 12.25 മൈനസ് 2.25. അപ്പോൾ എത്രയാ? 2.25 12 മൈനസ് 2 10. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10. ഇതിൻ്റെ ഏരിയ എത്രയാ? ഈ ബി, ഇതിൻ്റെ ഏരിയ, ഇതിപ്പോൾ ബി ആണ് സൈഡെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയാ? ഏരിയ എന്ന് പറഞ്ഞാൽ ആ ബി ആണെങ്കിൽ ബി സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ എത്രയാ? ബി സ്ക്വയർ ആണ് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഓക്കെ, അത് കിട്ടി. ബി സ്ക്വയർ 10 സെൻറ്റിമീറ്റർ 10 ആണെങ്കിൽ ബി എത്രയാ? ആ ഒരു സൈഡിൽ നിന്ന് സ്ക്വയർ ഒഴിവാക്കണം, മറ്റേ സൈഡിൽ റൂട്ട് ഇടുക. റൂട്ട് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോ സൈഡ് എത്ര? ഇത് എത്രയാ? റൂട്ട് 10 സെൻറ്റിമീറ്റർ. ഈ സൈഡ് റൂട്ട് 10കളാണ്. ആൻഡ് ഏരിയ എത്രയാ? 10, വെറും 10. ഓക്കെ, അപ്പം ഏരിയ 10, സൈഡ് റൂട്ട് 10. അപ്പം റൂട്ട് ഇട്ടാൽ സൈഡ് കിട്ടും. ഓക്കെ, ആ സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ഇനി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് റൂട്ട്സ്. വെറുതെ ആഡ് ചെയ്യരുത്. ഓക്കെ, സി റൂട്ട് എക്സും റൂട്ട് വൈയും കിട്ടിയാൽ നിങ്ങളങ്ങ് ചാടി കയറിയിട്ട് ഒരേ റൂട്ടിനുള്ളിൽ ഇടരുത്. അതാണ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക്. ഓക്കെ, ഇത് നോട്ട് ഈക്വൽ ടു നട്ടത് കേട്ടോ. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി നോട്ട് ഈക്വൽ ടു കേട്ടോ ഒരു റൂട്ടിനുള്ളിൽ എടുക്കരുത്. എപ്പോഴാണ് സാറേ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുക? എപ്പോഴാണ് ഈ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുക? ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ റൂട്ട് എക്സ് പ്ലസ് 3 റൂട്ട് എക്സ് കണ്ടോ, സെയിം റൂട്ടുകൾ. ഞാൻ ചക്കയും മാങ്ങയും ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സാർ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു? ഇല്ല. അതേപോലെ എക്സും റൂട്ട് എക്സും 3 റൂട്ട് എക്സും, സാർ ഒരു ചക്കയും 3 ചക്കയും വന്നെന്താ 4 ചക്ക. അങ്ങനെ തന്നെ ആലോചിക്കണം. ഓക്കെ, റൂട്ട് 10 റൂട്ട് വൈ മൈനസ് 2 റൂട്ട് വൈ. 10 തേങ്ങയിൽ നിന്ന് 2 തേങ്ങ കുറച്ചപ്പോൾ 8 തേങ്ങ. കണ്ടോ, തേങ്ങയിൽ നിന്ന് തേങ്ങ കുറയ്ക്കുമ്പോൾ ഞാൻ മാങ്ങയിൽ നിന്ന് തേങ്ങ കുറച്ചാൽ മനസ്സിലായില്ല. അപ്പം സെയിം റൂട്ട് വൈ എന്ന് കുറയ്ക്കാം, റൂട്ട് എക്സ് എന്ന് കുറയ്ക്കാം. ഓക്കെ, അത് മാത്രം അഡീഷൻ സബ്ട്രാക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്ക് ആക്കി വെക്കാം. ഓക്കെ, അപ്പം ചെയ്യാതിരിക്കാനാണോ? നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാച്ചിലുള്ളവരാണെങ്കിൽ ബാച്ചിൻ്റെ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കാം. അതിൽ കുറച്ച് PYQs അതേപോലെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ആൻസർ നോക്കുക, പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, we've seen how this, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഇങ്ങനെ ഡ്രോയിങ് തരും, ഇങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, വാട്ട് ആർ ദ ലെങ്സ് ഓഫ് ദ 10 സൈഡ് പെരിമീറ്റർ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ PYQ സെക്ഷനിൽ വന്നാലും കാണാൻ പറ്റും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കിയേ, ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ സ്മോളസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കിയാൽ റൈറ്റ് ട്രയാങ്കിൾ മട്ടക്കോൺ മട്ടത്രികോണം അല്ലെങ്കിൽ മട്ടത്രികോണം. ഓക്കെ, അതാണ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സൈഡ് 1, ഇവിടെ താഴെ 1 ഇതിങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം ആദ്യം. ഓക്കെ, ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് വരച്ചുതരാം. ഇത് ഫസ്റ്റ് 1, ഇത് 1, പിന്നെ വരുന്നത് എന്താണ്, ഇവിടെ 1 ഇങ്ങനെ വരുന്നു. ഓക്കെ, ഒരു ചെറിയ ഐഡിയ കേട്ടോ, ഞാൻ വരയ്ക്കുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ട്രയാങ്കിൾ എടുക്കുക. നമ്മൾ പേരിട്ടൊക്കെയാണ് ഡീറ്റെയിൽ അടിച്ചുമ്പോൾ ചെയ്യുക. ഇപ്പോൾ സമയമില്ല, അത് നോക്കിയാൽ ഫസ്റ്റ് എല്ലാം 90 ഡിഗ്രിയാണ്. എല്ലാം അതിന് ബേസ് 1 ആണ്. ഓക്കെ, സിമ്പിൾ ട്രിക്കാണ് മക്കളെ. ഇത് നോക്കിയാൽ 1 വരുന്ന
ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, സമപാർശ്വ മട്ട ത്രികോണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1 അഥവാ വെറും √2. ഇവിടെ √2 കിട്ടി. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കും. ഈ സൈഡ് അവൻ കണ്ടുപിടിച്ച് എങ്ങനെ കിട്ടുക? ഇവൻ എക്സ് എന്ന് വിളിക്കുക. അപ്പം എന്താ കിട്ടുക? 1² + √2² = x². എന്താണ്? 1. സോ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ എന്താ? 1 + 2 = x². 3 ആണ് x². അപ്പോൾ എക്സ് എത്രയാണ്? √3. ഓക്കെ, കാൽക്കുലേഷൻ ഞാൻ അവിടെ വെക്കുകയാണ്. നിങ്ങൾ ഇമേജിൽ ഫോക്കസ്. ഇത് √3. ഇനി ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. 1 എന്ന് പറഞ്ഞാൽ √1 സെയിം. ഇവിടെ √2, √3. അടുത്തെന്തായിരിക്കും? √4 ആണ്. √4 അഥവാ 2. √4 കൂടി എഴുതി വെച്ചോ. അടുത്തെന്താണ്? √5. ഓക്കെ, ഇനി ഞാൻ ഒരു ട്രയാങ്കിളും കൂടി നിങ്ങളുടെ മണ്ടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും വരച്ചാൽ എന്താ കിട്ടുക? ഓക്കെ, √6. അങ്ങനെ പോയിക്കോളും. അതാണ് ഈ പാറ്റേൺ. ശ്രദ്ധിക്കണം, എല്ലാം 90 ഡിഗ്രി ആയിരിക്കണം. എല്ലാ ബേസും 1 ആണെങ്കിലാണ് ഈ കഥ വർക്ക് ആവുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഈ ഡയഗ്രം ഞാൻ ഒന്ന് വേഗം മാർക്ക് ചെയ്ത് തരാം. നമുക്ക് അറിയുന്ന വെച്ചിട്ട് ഇവിടെ √2, ഇവിടെ √3, ഇവിടെ √4 = 2 എന്നുള്ളത് √5. ഓക്കെ, ഇനി ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ ക്വസ്റ്റ്യൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടനസ് ഓഫ് ദ സ്മോളസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ? ഏറ്റവും ചെറിയ മട്ട ത്രികോണത്തിൻ്റെ കർണത്തിന് നീളം. ഇതെന്താണ് മക്കളെ? ഇതാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവനാണ്. അപ്പോൾ √2 സെൻറ്റിമീറ്ററിന് എവിടെയും പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ സെൻറ്റിമീറ്റർ ആക്കാം. √2 സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് ചോദ്യം. നോക്കിയേ, ഇതല്ലേ? ഇവനാണ്, ഈ വരയാണ്. ഓക്കെ, √2 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഫോർത്ത് ട്രയാങ്കിൾ. മക്കളെ, ഫോർത്ത് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് നോക്കിയേ. ഇവനാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, മൂന്നാമത്തെ ട്രയാങ്കിൾ, നാലാമത്തെ ട്രയാങ്കിൾ. ഇവനാണ്. ഇവൻ്റെ ചുറ്റളവാണ്. അപ്പം അഡീഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചോദ്യം. ഓക്കെ, ഇവൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ ഓഫ് ഫോർത്ത് ട്രയാങ്കിൾ. എങ്ങനെയാണ് ചെയ്യുക? ലെറ്റസ് ബിഗിൻ. നോക്കിയേ, 3 സൈഡ് ഉണ്ട് ഒരു ട്രയാങ്കിളിൽ. 3 സൈഡ്. എത്ര? 1 ഞാൻ എടുത്തു. ഇവനെ ഞാൻ √4 എടുക്കാം, വേണം 2 ആക്കാൻ, എന്ത് വേണം എടുത്തു. ഓക്കെ, 1 + √4 + √5. ഇനി ചാടിക്കയറി ഇവിടെ 1 + √9 എഴുതിയാൽ തെറ്റാണ് ചെയ്യരുത്. ഇവിടെ √4ഉം √5 ആഡ് ചെയ്യാൻ പറ്റൂല. വേറെ ചക്ക മാങ്ങ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ അപ്പോൾ 1 + 2 + √5. ആ 1ഉം 2 ആഡ് ചെയ്ത് എന്തായിട്ട് 3 + √5 അങ്ങനെ തന്നെ വെക്കുക. അതാണ് പെരിമീറ്റർ. ചുറ്റളവ് എത്രയാണ്? പെരിമീറ്റർ എത്രയാണ്? 3 + √5. നോക്കിയേ, ഈ 2ഉം 1ഉം കൂടി 3 + √5. അതങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്ക്. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഹൗ മച്ച് മോർ വുഡ് ബി ദ പെരിമീറ്റർ ഓഫ് 6th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് 5th? മക്കളെ, 6ാമത്തെ ട്രയാങ്കിൾ 5ാമത്തേനേക്കാട്ട് എത്ര കൂടുതൽ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കാം പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2, ട്രയാങ്കിൾ 3, ട്രയാങ്കിൾ 4, ഓക്കെ, ട്രയാങ്കിൾ 5, ഓക്കെ, ട്രയാങ്കിൾ 6. ഇത്രയൊന്നും വേണ്ട, ഞാൻ പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചില്ല. ഇതിൻ്റെ ബാച്ച് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ട്രയാങ്കിൾ 1ൻ്റെ സൈഡ് നോക്ക്. ട്രയാങ്കിൾ 1 സൈഡ് 1 1 √2. ഓക്കെ, എന്താ 1 1 √2. ഓക്കെ, ട്രയാങ്കിൾ 2 നോക്കിയാൽ രണ്ടാമത്തെ ട്രയാങ്കിൾ എത്ര? 1 √2 √3. എന്താ 1 √2 √3. മൂന്നാമത്തെ ട്രയാങ്കിൾ എത്രയാ? മൂന്നാമത്തെ ട്രയാങ്കിൾ നോക്കിയേ 1 √3 √4 തന്നെ എടുക്കും. 1 √3 √4. 1 √3 √4. അടുത്തെന്താ? 5th ട്രയാങ്കിൾ നോക്കിയാൽ 1 √4 √5. 1 √4 √5. ഇനി പാറ്റേണുകൾ നോക്ക്. ഇനി 10ാമത്തെ ട്രയാങ്കിളൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ പാറ്റേൺ നോക്ക് മക്കളെ. നടുക്കത്തെ നമ്പറും ആ ട്രയാങ്കിളിലെ നമ്പറും സെയിമാണ് അല്ലേ? തേർഡ് ട്രയാങ്കിളിലെ നടുക്കത്തെ സൈഡ് ഇതാണ്. √4 എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ 4. അപ്പോൾ ഇവിടെ എന്താണ്? √5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, അത് ഫസ്റ്റ് കാര്യം. ഇനി ഇവിടെ √2 ആണ്, അടുത്ത √3 ആണ്, അടുത്ത √4. അപ്പോൾ ഒരെണ്ണം കൂടണം. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുമ്പോൾ നടുക്കത്തേനെക്കാട്ട് ഒരു റൂട്ട് കൂടുതൽ. ആ പാറ്റേൺ വെച്ച് നോക്കിയാൽ പക്ഷേ ഫസ്റ്റ് നോക്കിയാൽ ഇവിടെ എല്ലാത്തിനും ഫസ്റ്റ് സൈഡ് 1 ആണ്. അപ്പോൾ എഴുതിക്കോ. അപ്പോൾ 1 1. ഓക്കെ, ഇനി കഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ 5ാമത്തെ ട്രയാങ്കിളിൽ നടുക്കത്തെ സൈഡ് √5. 6ാമത്തെ ട്രയാങ്കിളിൽ നടുക്കത്തെ സൈഡ് √6. ഓക്കെ, ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുമ്പോൾ നടുക്കത്തെ +1. അപ്പോൾ എത്രയാ? √6. ഇവിടെ √7. ഓക്കെ, ഇനി ചോദിച്ചത് എന്താണ്? ഇത്രയും വലിയ വര വേണ്ടായിരുന്നു അല്ലേ? ഓക്കെ,
ചോദിച്ചത് ഇത്രേ ഉള്ളൂ, 6ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഓക്കെ, 10ാമത്തെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുക, 10ഉം 11 ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ ചോദിച്ചത് 6ാമത്തെ ട്രയാങ്കിൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 6 മൈനസ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 5. 6ാമത്തെ ട്രയാങ്കിൾ 5ാമത്തേനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 6ാമത്തെ ട്രയാങ്കിൾ എത്രയാ, ഇത് കൂട്ടി 1 പ്ലസ് √6 പ്ലസ് √7. മക്കളെ √6 √7 കൂട്ടിയാൽ √13 ആവൂല, അങ്ങനെ തന്നെ വെക്കുക. മൈനസ് ബ്രാക്കറ്റ് ഇടുക 1 പ്ലസ് √5 പ്ലസ് √6. ഇതാരാ, ഇത് 5ാമത്തെ ട്രയാങ്കിൾ, ഇതാണ് 5ാമത്തെ ട്രയാങ്കിൾ ഇവിടെ. ഇനി സെയിം സാധനങ്ങളെ കട്ട് ചെയ്യാം. സെയിം മക്കളെ ഇവിടെ 1ഉം പോയി, √6ഉം പോയി. അപ്പോൾ അവസാനം എന്താ, √7 മൈനസ് √5 കഴിഞ്ഞു. ഇത്ര എഴുതി വെക്കുക, √7 മൈനസ് √5 കഴിഞ്ഞു സാറേ, കഴിഞ്ഞു. ഞാൻ തൊടുന്നില്ല, ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ആ √5നും √5 കാരണം √2 ആക്കരുത് കേട്ടോ, മൈനസ് ചെയ്യരുത്. ചക്കയും മാങ്ങയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻസും ഇവിടെ വെക്കുന്നുണ്ട് ഹോംവർക്കായിട്ട്. അത് പ്രാക്ടീസ് ചെയ്യുക, ഡെഫിനറ്റ്ലി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് ഹോംവർക്കാണ്. കമൻറ്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതെന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ ഈ ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ കഴിഞ്ഞൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പൈത്തഗോറസ് തിയറം എന്താണ്, പൈത്തഗോറിയൻ ട്രിപ്ലറ്റിൻ്റെ ട്രിക്സും കാര്യങ്ങളും, അതേപോലെ കുറേ വേറെ ട്രിക്സ് ഒക്കെ വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്കഷനും ആൻഡ് ആൻസേഴ്സും ഉണ്ട്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പം ഈ ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷോർട്ട് ചാപ്റ്ററാണ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം നേരെ നമ്പർ അങ്ങ് വെച്ച് വരും. ഓക്കെ, അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.